കട്ടിംഗ് സൗത്ത് പ്രചരണം ഇല്ലേ, അത് വളരെ കൂടുതലായിട്ട് ഇവിടെ സെമിനാറുകൾ, കോൺക്ലേവുകൾ. എന്താണ് കട്ടിംഗ് സൗത്ത്? വെട്ടിമുറിക്കൽ. ദക്ഷിണ ഭാരതത്തെ വെട്ടിമുറിക്കുക എന്ന പ്രചാരണത്തിനെതിരെ കേസരി സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് സമ്മേളനം ഇതടക്കമുള്ള വിഘടനവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ദക്ഷിണ സംസ്ഥാനങ്ങൾ ഉത്തര ഭാരതത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന പ്രചാരണത്തിന് പിന്നിലെ മാധ്യമ താല്പര്യങ്ങളെ സെമിനാർ വിശകലനം ചെയ്യും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമസ്തേ. ഒരിക്കൽ കൂടി കട്ടിംഗ് സൗത്ത് എന്ന വിഭജന രാജ്യവിരുദ്ധ മുദ്രാവാക്യത്തിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന മുദ്രാവാക്യവുമായാണ് ഈ മാധ്യമ കോൺക്ലേവ് നടക്കുന്നത്, അല്ലേ? അതേ പ്രദീപ്, കാരണം 60കളിൽ ദ്രാവിഡ നാട് രൂപീകരിക്കാനുള്ള ഇ വി രാമസ്വാമിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ, പിന്നീട് അത് രാജ്യത്ത് നിശ്ചലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിലും അതിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയെങ്കിലും 2023 60 വർഷത്തും കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ വീണ്ടും ഒരു കട്ടിംഗ് സൗത്ത് എന്ന രീതിയിലുള്ള ഒരു അജണ്ട നമ്മുടെ രാജ്യത്ത് വീണ്ടും ചർച്ചയാക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളും അത് വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന ആരോപണം നേരിടുന്ന ചില മാധ്യമങ്ങളടക്കമുള്ളവർ, സർക്കാർ സംവിധാനങ്ങൾ, ചില മാധ്യമ സ്കൂളുകൾ എന്നിവയുടെ എല്ലാം നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ അന്നുണ്ടായിരുന്നു. വലിയ രാജ്യവിരുദ്ധ നിലപാടുകളാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ള വിമർശനങ്ങൾ വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന സമയത്തായിരുന്നു കേസരി വാരികയുടെ 75ാം വാർഷിക കാലഘട്ടം വന്നത്. അതിനനുസരിച്ച് 2023 ഡിസംബർ കാലത്താണ് ആദ്യത്തെ ഇത്തരം ഒരു കോൺക്ലേവ്, അതായത് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നവർക്ക് ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള ഒരു പേരിലൂടെ ഒരു മറുപടി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി നൽകിക്കൊണ്ട് കേസരി വാരിക ഇത്തരം ഒരു കോൺക്ലേവ് ആദ്യം നടത്തുന്നത്. അത് ഡൽഹിയിലായിരുന്നു. പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം കോൺക്ലേവുകൾ നടന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്തെ പ്രമുഖർ ആ കോൺക്ലേവുകൾക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയുണ്ടായി. വിഭജന രാഷ്ട്രീയം പറയുന്നവർക്ക് അതേ നാണയത്തിൽ ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഇതൊരു ഉത്തരഭാരതവും ദക്ഷിണ ഭാരതവുമല്ല, ഇത് ഏകധാരയാണ് എന്നുള്ള ഒരു ചിന്താധാരയ്ക്ക് അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയിട്ട് വന്ന സെമിനാറുകളായിരുന്നു അത്. അതിന്റെ ഭാഗം, അതിന്റെ സെക്കൻഡ് എഡിഷനാണ് ഇന്ന് തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൽ നടക്കുന്നത്. കൃത്യമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഇന്നത്തെ സെമിനാറിന്റെ പ്രധാനപ്പെട്ട ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള കോൺക്ലേവിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ തീർത്ഥാടനത്തിലൂടെയും ടൂറിസത്തിലൂടെയും സാംസ്കാരിക ഏകത്വം എന്നുള്ള ഒരു ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. വിവിധ വിഷയങ്ങളിലായി 4ഓളം സെഷനുകൾ ഈ നടക്കുന്നുണ്ട്. അതിൽ മാധ്യമരംഗത്തെ വിഭജന അല്ലെങ്കിൽ പ്രജത്തിലേക്ക് വരാം. ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. സന്ദീപ് വാര്യർ, നമസ്തേ. ഇത് പ്രദീപാണ്, ഒപ്പം രജനിയുമുണ്ട്. വളരെ ശക്തമായ ഒരു സന്ദേശം അല്ലെ, കട്ടിംഗ് സൗത്തുമായി രംഗത്തിറങ്ങിയ മാധ്യമ ഇന്റലക്ച്വൽ ജാടുകൾക്കെതിരെ, അതല്ലെങ്കിൽ കൃത്യമായ വിഘടനവാദത്തിനെതിരെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന മാധ്യമ കോൺക്ലേവ്. സന്ദീപ് ജി. തീർച്ചയായിട്ടും നമുക്കറിയാം, കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള, രാജ്യത്തെ ആശയപരമായും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒക്കെ പലപ്പോഴും നിയമപരമായും ഒക്കെ വിഘടിച്ച് നിന്നിരുന്ന ഭൂപ്രദേശങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമുണ്ട്. ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ, അതുപോലെ തന്നെ രാജ്യത്തെ പല നിയമങ്ങളെയും ഏകീകരണം, GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തെ ഏകോപിപ്പിക്കുക, രാജ്യത്തെ ഐക്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ സമയത്ത് രാജ്യത്തുടനീളം ഒരു ദേശീയ ബോധം രൂപപ്പെടുകയും ആ ദേശീയ ബോധത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂടുതലായിട്ട് വളരെ ദേശസ്നേഹികളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കൾ അച്ചാരം കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന അവരുടെ ചില ഏജൻസിയുടെ കട്ടിംഗ് സൗത്ത് എന്നൊരു അജണ്ടയുമായിട്ട് രംഗത്തിറങ്ങി. ദക്ഷിണ ഭാരതം ഉത്തരഭാരതത്തിന് വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ്, സംസ്കാരം വ്യത്യസ്തമാണ് എന്നൊക്കെ പലതരത്തിലുള്ള നെറേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇക്കൂട്ടർ നടത്തിയത്. വലിയ തോതിലുള്ള ബൗദ്ധിക രംഗത്ത് വലിയ തോതിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമ താളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണം ഇതിനുവേണ്ടി നടന്നു. ഇതിനുവേണ്ടി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഫണ്ട് ഇതിനുവേണ്ടി ഒഴുക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇത്തരം ചിത്രശക്തികളുടെ പുണ്യാളുകളായിട്ടുള്ള ചില ആളുകൾ അതിനുവേണ്ടി ആസൂത്രിതമായി രംഗത്തിറങ്ങി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി
സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്, നമ്മുടെ മണ്ണിനൊരു ശക്തിയുണ്ട്. ഇത്തരം പ്രതിലോമ ശക്തികൾ ഉടലെടുക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അധർമ്മത്തെ നിഗ്രഹിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ ഉദയം കണ്ടേ പറ്റൂ. അങ്ങനെ ധർമ്മത്തിന്റെ ഉദയമായിട്ടാണ്, ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ടാണ് കേസരിയുടെ ഈ കോൺക്ലേവിനെ ഞാൻ കാണുന്നത്. അത് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന കോൺക്ലേവിനെ കാണുന്നത്. രാമസേതു കെട്ടിയതുപോലെ, ഭഗവാൻ രാമസേതു കെട്ടിയതുപോലെ, സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയ രാമസേതു പോലെ ഒരു പാലം കെട്ടുകയാണ്. സൗത്തും നോർത്തും തമ്മിൽ ഡിവൈഡ് ഇല്ല, പക്ഷെ അദൃശ്യമായ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ, ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അതില്ലാതാക്കിക്കൊണ്ട് കേസരി നടത്തുന്ന ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം, ബ്രിഡ്ജിംഗ് സൗത്ത്, തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ. നമ്മളിപ്പോൾ ചെയ്യുന്ന ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യാന്തര വാർത്തകളിലേക്ക് പോകണം. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്, അതിനുശേഷം ശിശുക്ഷേമ സമിതിയിൽ അരങ്ങേറുന്ന വളരെ ശിശുവിരുദ്ധമായ, അതായത് മറ്റു മാധ്യമങ്ങളൊന്നും കൊടുക്കാതെ വെച്ചിരുന്ന വാർത്ത, മാധ്യമങ്ങൾ എല്ലാവരും ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികൾക്ക് PR ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്.